തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റില് ഒരു രോഗി, അദ്ദേഹം എല്ലിന്റെ ചികിത്സയ്ക്ക് വന്ന ആളാണ്. കുടുങ്ങിപ്പോയത് നമ്മൾ കണ്ടതാണ്. 47 മണിക്കൂർ, ഒന്നും രണ്ടും അല്ല, അതായത് 2 ദിവസത്തോളം ജലപാനമില്ല, ശരിയായ വായു സഞ്ചാരമില്ലാത്ത ലിഫ്റ്റില് 2 നിലകളുടെ ഇടയിൽ കുടുങ്ങിപ്പോയതാണ്. ഇതിനകത്ത് അദ്ദേഹം കിടക്കുന്നു, ആരും അറിയുന്നില്ല. അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കിക്കോളൂ, അവിടെ ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു 10,000 ലിഫ്റ്റൊന്നും ഇല്ലല്ലോ എന്തായാലും. ആ ലിഫ്റ്റിലേക്ക് എത്രയോ ജോലിക്കാരുണ്ടെന്നറിയോ? അതാ ഒരുപാട് പേരുണ്ട് അവിടെ. ഇവനൊക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വല്ലപ്പോഴും വരുന്നത്. ഇന്നലെ ഏതോ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു, ഒരു ഡോക്ടറും ഒരു രോഗിയും കൂടെ അതിൽ കുടുങ്ങിപ്പോയി ഒരു ലിഫ്റ്റിൽ. കുടുങ്ങി അവർ പിന്നെ ഏതാണ്ട് ഒരു 2 മണിക്കൂറോ 15 മിനിറ്റോ അരമണിക്കൂറോ അങ്ങാണ്ടേ കുടുങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് ലിഫ്റ്റ് പണിയാൻ, ഈ കേടായ ലിഫ്റ്റ് പണിയാൻ വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ കണ്ട് രക്ഷപ്പെടുത്തി. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ലിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് യൂസിലിരിക്കുന്നതാണ്. അതിന് വേണ്ട സർവീസ് ഒന്നും കാണത്തില്ല. അങ്ങനെ ആ പ്രോപ്പറായിട്ട് അത് സർവീസ് അതിന് കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴിത് നിന്നുപോയെന്നൊക്കെ ചോദിച്ചാൽ, ഇത് നിൽക്കുന്ന പലയിടത്തും പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്നു പോകും, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അറിയത്തില്ല, അതിൽ കിടന്ന ആൾ മരിച്ചുപോയാൽ പോലും അറിയത്തില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ രോഗി അതിനകത്ത് പോയി കയറുന്നു. ആ കയറി കഴിഞ്ഞതിന് ശേഷം ഒരു 2ാം ജന്മം കിട്ടിയതെന്ന് പറഞ്ഞാൽ മതി, അതിനകത്ത് അത് കുടുങ്ങിപ്പോയി. ഒരു മാർഗവുമില്ല, ഒന്നും ചെയ്യാനില്ല. ഈ വയ്യാത്ത ആളിനെ അതിനകത്ത് കിടന്ന് മരിച്ചുപോയതിനെ കുറെ കൂടെ കഴിഞ്ഞു. അയാൾ അതിൽ കിടന്ന് ആത്മഹത്യാ കുറിപ്പ് എഴുതിയെന്ന് അയാൾ പറയുന്നത് കേട്ടോ. അതിനകത്ത് കിടന്ന്, കാരണം വേറെ മാർഗമില്ല, ഒന്നുമില്ല, രക്ഷപ്പെടുന്നില്ല, മരിച്ചു പോകുന്നു തോന്നി. ഇത് തന്നെ സംഭവം. പിന്നെ ഒന്നാമത് ഇങ്ങനെ ഒരു ഫോബിയ അങ്ങ് ഡെവലപ്പ് ചെയ്യും കേട്ടോ ഇതിനകത്ത്. കാരണം ഇത്രയും ഇടുങ്ങിയ ഒരു സ്ഥലത്ത് നമ്മൾ കുറേ കഴിയുന്നതായിട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആരുമില്ല, നമുക്ക് സംസാരിക്കാൻ ആരുമില്ല, കാണാൻ ആരുമില്ല, നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ രക്ഷിക്കാനോ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഉടലെടുക്കുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത ഭയം ഡെവലപ്പ് ചെയ്യും. ആ ഭയം മാത്രം മതി പലപ്പോഴും മരിച്ചു പോകാൻ. ഇതുകൊണ്ടാണ് ഇത്രയും അവശതയായത്. അല്ലാതെ 2 ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ഒരാൾ ഇത്രയും അവശതയാവേണ്ട കാര്യമില്ല. വയ്യാതായിപ്പോയി എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഭയന്നു പോയതാണ് കാര്യം. മരണത്തെ മുഖാമുഖം കാണുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോക്കിക്കാണ്ടതാണ്. കാരണം ഈ മെഡിക്കൽ കോളേജ് പോലുള്ള ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഈ ലിഫ്റ്റുകളൊക്കെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ആളുകൾ അവിടെ ഡ്യൂട്ടിക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതല വഹിക്കുന്ന മേലുദ്യോഗസ്ഥൻ നോക്കേണ്ട ഒരു കാര്യമാണ്. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ആളുകളെ നോക്കണം, അല്ലെ അവനെ വീട്ടിൽ പറഞ്ഞേക്കണം. ഇതൊക്കെ എന്താ അറിയുക, ഇതിനകത്ത് എങ്ങനെയെങ്കിലും ജോലി കിട്ടും. മാത്രമല്ല ഇതിനൊക്കെ സംഘടനകളുണ്ട് കേട്ടോ. ഈ സംഘടനയിലെ അംഗമായിരിക്കും. അത് പ്രത്യേകിച്ചും ഈ ഭരണവർഗത്തിന്റെ സംഘടനയാണെന്നുണ്ടെങ്കിൽ അതിന് ബലം കൂടും. ഇപ്പോൾ അങ്ങനെ ബലം കൂടുന്ന അമ്മമാരായിരിക്കും ഇതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഏതായാലും ഇതിനകത്ത് എത്ര പേരന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതിൽ എത്ര പേര് വന്ന് ആ ഡോക്ടർ ഇന്നാൾ പറയുന്നത് കേട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുടുങ്ങിപ്പോയെന്ന് പറയുന്ന ഡോക്ടർ പറയുന്നത് കേട്ട്, ഇവിടെ എത്രയോ സ്റ്റാഫ് മൊത്തം കൂടെ ഉണ്ട്, പക്ഷേ ആകെ ഡ്യൂട്ടിക്ക് വന്നേക്കുന്നത് 4 പേരാണ്. ബാക്കിയുള്ളവന്മാരൊക്കെ അവധി എടുത്ത് വീട്ടിൽ ഇരിക്കുക. ഇതാണ് കാര്യം. ഈ കാഷ്വൽ ലീവ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ ജഡ്ജിമാർക്കൊക്കെ യഥാർത്ഥം 20 കാഷ്വൽ ലീവ് ഒരു വർഷം. അത് എടുത്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അടുത്ത വർഷം അത് കിടക്കത്തൊന്നുമില്ല. അത് നമുക്ക് ക്യാഷ് ചെയ്യാനൊന്നും പറ്റുന്ന, അല്ലാതെ അങ്ങ് പോകും. പക്ഷെ ഞാൻ 23 വർഷം ജഡ്ജിയായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 17 വർഷം ജില്ലാ ജഡ്ജിയായിരുന്നു ഞാൻ. ഈ 17 വർഷക്കാലം എൻ്റെ ലീവിന് അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 3ഓ 4ഓ ലീവേ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ബാക്കി എടുക്കാൻ അറിയാൻ വയ്യാത്തതൊന്നും അല്ല, ഞാൻ എടുത്തിട്ടില്ല. കാരണം അത് എൻ്റെ ജോലി തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ലീവ് എടുക്കത്തില്ല, എൻ്റെ ആവശ്യമില്ല. വിവാഹങ്ങൾക്കും ഒന്നും ബന്ധുക്കളൊക്കെ ഒരുപാട് പേര് പിണങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ സർവീസ് ഇരിക്കുന്ന സമയത്ത് ഈ സർവീസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആളുകളൊക്കെ വിരോധികളാണ്. അതിൻ്റെ കാരണം ഇവരുടെ ഒന്നും വീട്ടിൽ ഒരു ചടങ്ങിന് ഞാൻ പോകത്തില്ല, പോയിട്ടേമില്ല, ഒരൊറ്റ വിവാഹത്തിന് പോകത്തില്ല. അവധി ദിവസമുള്ള വിവാഹമാണ്, വല്ല ഞായറാഴ്ച കാണാമെന്നെങ്കിൽ പറ്റുമെങ്കിൽ പോകും. ഒരുപാട് ദൂരെയാണെങ്കിൽ അതും പോകത്തില്ല. ആ ജൂറിസ്ഡിക്ഷന് അടുത്തൊക്കെ ആണെങ്കിൽ ഒരു 10-50 കിലോമീറ്ററിന് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകും. ഇല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്ത് പോകത്തില്ല, കാരണം എനിക്കതിന് സമയമില്ല. കാരണം എൻ്റെ ജോലിയായിരുന്നു എനിക്ക് മുഖ്യം. അതുപോലെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ ആളാവാനല്ല, പക്ഷേ ഇത് ആളുകൾ എടുക്കേണ്ട, ഉദ്യോഗസ്ഥർ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് ഇതുപോലെ അത്യാവശ്യം എടുക്കാനുള്ള ഒരു കാര്യമാണ്. ഒരു മരണം വന്നു, അതിപ്പം നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഒരടുത്ത ബന്ധു മരിച്ചുപോയി, പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഈ ലീവ് എടുത്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഈ ലീവ് എടുക്കത്തില്ല.
പിന്നെ നമുക്ക് അത്ര വയ്യാതെ അസുഖമായിട്ട് വന്ന ആ ഹോസ്പിറ്റലിലായി 1-2 ദിവസം ചിലപ്പോൾ അതിന് ലീവ് എടുക്കാം. അതല്ലാതെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് മാത്രം എടുക്കേണ്ട ഒന്നാണ് കാഷ്വൽ ലീവ് എന്നുള്ള ഒരു ധാരണ വേണം. ഇത് ലീവ് എടുത്ത് തീർക്കുക ചിലര്, അതായത് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത വർഷം വരുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ ലീവ് അങ്ങ് പോകും, അടുത്ത വർഷം പുതിയ ലീവാണ്. അതുകൊണ്ട് ബാക്കി കിടക്കുന്നതെല്ലാം ചിലര് എടുത്ത് നേരെ ഒരൊറ്റ അടി എടുത്തങ്ങ് തീർക്കും. വലിയ എങ്ങനെയെങ്കിലും അത് ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്ന മാതിരിയാണ് ചെയ്യുന്നത്. സാധാരണ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ ലീവ് പെർമിറ്റ് ചെയ്യാനും പാടില്ല. ഈ കാഷ്വൽ ലീവ് എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥൻ കൊടുക്കേണ്ടതാണ്, അല്ലാതെ അത് ആ ലീവ് പെർമിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കൊടുക്കരുത്. ഈ മേലുദ്യോഗസ്ഥനും ഇങ്ങനെ നീണ്ട അവധി കൊടുക്കാൻ പാടില്ല ഒരിക്കലും. അപ്പൊ ഇത് ഒന്ന് തിരിച്ചറിയണം. അതറിയാതാണ് ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെന്നൊക്കെ പറയുന്നവന്മാർ മൊത്തം ലീവ് എടുത്ത് പോവുകയാണ്. ലീവ് എടുത്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇനി അല്ലെങ്കിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന അവൻ വേറെ ആളുടെ ജോലിക്ക് കൊടുക്കും. അവിടൊക്കെ ഇതൊക്കെ ചെയ്യും. കാരണം ഇവരൊക്കെ എന്ത് ചെയ്യാം ആ ഒരു ധാരണയുണ്ട്. അങ്ങനെ ആകരുത്. ഈ ഉദ്യോഗസ്ഥര് ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾ അതിൽ കിടന്ന് മരിച്ചു പോയേനെ, ഇവന്റെയൊക്കെ അനാസ്ഥയല്ലേ. ഇതിലാരെങ്കിലും ഈ ലിഫ്റ്റ് ഒരു 2 നിലയുടെ ഇടയിൽ പോയി നിൽക്കുന്ന വിവരം ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെന്ന് പറയുന്ന ഒരു കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. അവരാരും തിരിഞ്ഞു നോക്കില്ല, മനസ്സിലായില്ല. അവസാനം ഈ ലിഫ്റ്റ് നോക്കാൻ വന്ന ഓപ്പറേറ്റർ വന്നപ്പോഴാണ് അതിനകത്ത് അയാൾ കിടന്നുകൊണ്ട് അതിനകത്ത് അതായത് ഇത് കുടുങ്ങിപ്പോയാൽ വിളിക്കേണ്ട നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പല പ്രാവശ്യം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നാൽ അത് തെറ്റുപറ്റി പാനിക്കായി പോയതുകൊണ്ടാണ് അയാളുടെ ഭാര്യയെ വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ ലിഫ്റ്റിനകത്തായിപ്പോയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അവരെവിടുന്നെങ്കിലും വന്ന് കണ്ടുപിടിച്ചാൽ. അത് വിളിക്കാതെ എവന്മാരെ വിളിച്ചു. ഇതിനകത്തൊക്കെ എഴുതി വെച്ചേക്കുന്ന നമ്പറുകളിലൊന്നും ഒരിക്കലും വിളിക്കാൻ പാടില്ല. ഇതുപോലെ അപകടം ഉണ്ടാകുന്ന വേറൊരു സാഹചര്യം ഉണ്ട് കേട്ടോ, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെ 4 സ്റ്റാറിലോ 5 സ്റ്റാറിലോ അങ്ങനെ റൂമിൽ താമസിക്കുന്നത്, നമുക്ക് ബാത്റൂമിൽ കയറണം. ബാത്റൂമിൽ കയറാൻ നേരത്ത് ചെയ്യേണ്ട, ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലുള്ള സാധനമാണല്ലോ. നമ്മളെ ഈ വെളിയിലത്തുള്ള നമ്മുടെ മുറിയുടെ മെയിൻ ഡോറ് അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഡോർ ഒരു കാരണവശാലും നമ്മൾ അടയ്ക്കരുത്. കാരണം എന്താണെന്ന് അറിയാം, ഇത് പല പ്രാവശ്യം പലർക്കും പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരിക്കൽ എൻ്റെ വൈഫ് വെളിയിൽ, അതിൽ പിന്നെ ഞാൻ അടയ്ക്കാത്തത്, എനിക്ക് തോന്നുന്നത് അത് മലേഷ്യ കോലാലംപൂരിലാണെന്ന് തോന്നുന്നു, ഞാൻ താമസിക്കുമ്പോൾ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കുളിക്കാനായിട്ട് കയറി, ഞാൻ ഈ വാതിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫ് മുറിക്കകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം കുറേ കഴിഞ്ഞപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടി നോക്കിയപ്പോൾ ഞാൻ എൻ്റെ കൊട്ടിൻ്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കി അത് വെളി കേൾക്കുന്നില്ല സാധാരണഗതിയിൽ. കേട്ടിട്ട് ആണ് അത് ഫോൺ ഞാൻ എടുത്തിട്ടില്ല, ഫോൺ മുറിയിലിരിക്കുക. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടോ എങ്ങനെയോ ഒരു സംശയം തോന്നി. അവിടെ വാതിൽ വന്ന് വിളിച്ചു ചോദിച്ചു, എന്താ എന്നെ വിളിച്ചോന്നും കാണാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാതിൽ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ വെളിയിൽ നിന്ന് ആ വാതിൽ തുറന്നുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ ആരെങ്കിലും മുറിയിലുണ്ടെങ്കിൽ നമുക്ക് ഇത് അടയ്ക്കാം. മുറിയിലില്ലെങ്കിൽ, മുറിക്കുള്ളിൽ ആരെങ്കിലും ഇല്ല, നമ്മുടെ കൂടെയുള്ള ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബാത്റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യരുത്. ചെയ്തു പോയി ഒരുപാട് പേര് കുടുക്കിയിട്ടുണ്ട്, ഒരുപാട് പേരകത്ത് കയറിയിട്ടുണ്ട്. ഇതാരും ശ്രദ്ധിക്കാൻ കാണത്തില്ല ഒരിക്കലും. അല്ലെങ്കിൽ ഫോണും കൊണ്ട് വേണം കയറാൻ. നമുക്ക് ആരെങ്കിലും വിളിച്ചു പറയണം, ഫോൺ വിളിച്ച് പറയണം. ഇങ്ങനെ പറ്റും, പലപ്പോഴും പറ്റും നമുക്ക്. അതുകൊണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പോലാണ് ഈ ലിഫ്റ്റിന്റെ കാര്യമൊക്കെ. പിന്നെ ലിഫ്റ്റിനകത്ത് പലപ്പോഴും ഈ മൊബൈലൊക്കെ വർക്ക് ചെയ്യത്തില്ല, മൊബൈൽ ഫോണൊന്നും റേഞ്ച് കാണത്തില്ല. അതുകൊണ്ട് ഇത് വിളിച്ചാലൊന്നും ആർക്കെങ്കിലും കിട്ടുമോ കിട്ടാതിരിക്കുമോ ഒക്കെ ഉണ്ടാവാം. പിന്നെ മിക്കവാറും ലിഫ്റ്റിലൊക്കെ അതിലൊരു ഫോൺ തന്നെ ഉള്ളതാണ്, അതും വർക്ക് ചെയ്യാത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ. അതുകൊണ്ട് കഴിയുന്നതും ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലിഫ്റ്റിൽ പോയി കയറരുത്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പ്രവർത്തിക്കുകയെങ്കിലും ചെയ്യാം. അതൊന്നുമില്ലാതെ ഇതേപോലെ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പാനിക്കായി പോകും, ഒന്നും ചെയ്യാനായിട്ട്. അതൊരു കേടായ ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിൽ കയറാവൂ. ഈ ലിഫ്റ്റ് ഒന്നാമത് അവിടെ ക്ലോസ് ചെയ്തേക്കുന്ന ലിഫ്റ്റ് നോട്ട് വർക്കിംഗ് എന്ന് ബോർഡ് വെക്കണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. അതൊക്കെ ചെയ്യാതിരുന്നത് വളരെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഇവർ കാണിച്ചത്. കാരണം ഇതുപോലെ പബ്ലിക്കിന്റെ ജീവൻ ഒരു വിലയും കൊടുക്കുന്നില്ല ഈ സ്ഥാപനത്തിൽ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇത് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത്. ഇനിയും ഉണ്ടാവും, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. വേറെ ഇതിലും അതിദാരുണമായ ഒരു മരണം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അപകടം നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത്. ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർ അനാസ്ഥ എന്ന് പറയുന്നത് വളരെ വലുതാണ്.